ബാർ കോഴ കേസ് പരിഗണിക്കുന്നതിനിടെ ഫയലുകൾ നൽകാത്തതിൽ ഉപലോകായുക്ത കടുത്ത രോഷം രേഖപ്പെടുത്തി. താൻ പട്ടികജാതിക്കാരനായ അധികൃതനാണെന്ന് കരുതിയാണോ ഈ വിവേചനമെന്ന് ഉപലോകായുക്ത ജസ്റ്റിസ് കെ.പി. ബാലചന്ദ്രൻ ചോദിച്ചു. ഫയലുകൾ ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന് മാത്രം നൽകിയതാണ് ഉപലോകായുക്തയെ പ്രകോപിപ്പിച്ചത്. ബാർക്കോഴയിൽ മന്ത്രിമാരായ കെ.എം. മാണിക്കും കെ. ബാബുവിനെതിരെയുള്ള 2 കേസുകളാണ് ലോകായുക്ത ഇന്ന് പരിഗണിച്ചത്. കെ.എം. മാണിക്കെതിരായ കേസ് പരിഗണനയ്ക്കെടുക്കവെയാണ് ഉപലോകായുക്ത ജസ്റ്റിസ് കെ.പി. ബാലചന്ദ്രൻ വിവാദ പരാമർശം നടത്തിയത്. കേസിന്റെ രേഖകൾ ഉദ്യോഗസ്ഥർ തനിക്ക് കൂടി നൽകാതെ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന് മാത്രം നൽകിയതാണ് ഉപലോകായുക്തയെ പ്രകോപിപ്പിച്ചത്. താൻ SC ആണോ എന്നും ഫയൽ കിട്ടാത്തതിനാൽ തുടർ നടപടികൾ എടുക്കാൻ ഇപ്പോൾ സാധിക്കുകയില്ലെന്നും ജസ്റ്റിസ് കെ.പി. ബാലചന്ദ്രൻ പറഞ്ഞു. ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിക്ക് സമൻസ് അയക്കാമെന്ന ലോകായുക്തയുടെ നിലപാടിനെതിരെയും ഉപലോകായുക്ത രംഗത്ത് വന്നു. തെളിവില്ലാത്തതിനാൽ സമൻസ് അയക്കേണ്ടെന്നായിരുന്നു ജസ്റ്റിസ് ബാലചന്ദ്രന്റെ നിലപാട്. പ്രാഥമിക ഘട്ടമായതിനാൽ അമ്പിളിക്ക് സമൻസ് അയച്ച് മൊഴിയെടുക്കാമെന്ന ജസ്റ്റിസ് ബാലചന്ദ്രന്റെ നിലപാട് തർക്കങ്ങൾക്കൊടുവിലാണ് ലോകായുക്ത അംഗീകരിച്ചത്. അതേസമയം കെ. ബാബുവിനെതിരായ കേസിലെ എല്ലാ രേഖകളും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ തുറന്ന കോടതിയിൽ ഇവ പരിശോധിക്കാൻ ലോകായുക്ത തയ്യാറായില്ല. രഹസ്യ സ്വഭാവമുള്ളവയായതിനാൽ പിന്നീട് ചേംബറിൽ പരിശോധിക്കും. ഹർജിക്കാരനായ ഖാലിദ് മുണ്ടപ്പള്ളിക്ക് വേണ്ടി ഹാജരായ AAP നേതാവ് കൂടിയായ അജിത് ജോയ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കോടതിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.